ബർത്ത്ഡേ ആയിട്ട് എന്താണ് പരിപാടിയാണോ? എന്താണ് പരിപാടി വന്നത്തെ? ഞാനല്ല ചോദിക്കേണ്ടത്. ഹലോ, ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? ബർത്ത്ഡേ ആയിട്ട് എന്ത് പരിപാടി? ഒരു പരിപാടിയില്ല. അതെന്താ അങ്ങനെ? പരിപാടി ആക്കണോ? പിന്നെ വേണ്ടേ? നമുക്ക് ഒരു നോക്കാം. ഞാനൊരു കാര്യം തീരുമാനിച്ച് പുറത്തു പോയി ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കുക, അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. അങ്ങനെ ഫ്രണ്ട്സ് അവസാനം റെസ്റ്റോറൻറ്റിൽ പോയിലേക്ക് കൂടി ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുള്ള രീതിയിൽ ഞങ്ങൾ ടാക്സിയിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. കാർ എടുത്തില്ല, കാരണം അവിടെ ചെന്ന് ബീറൊക്കെ അടിച്ചാൽ പിന്നെ ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ടാവും. അങ്ങനെ ടോബിയിലെത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. പുറത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാരണം നല്ല ക്ലൈമറ്റാണ്. പുറത്തിങ്ങനെ തടാകം പോലെ ഇങ്ങനെയുണ്ട്, ബോട്ടുകൾ, നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ഫീലിംഗ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ലിജിയുടെ കേക്ക് കട്ടിങ് ആരംഭിച്ചു. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ലിജിയുടെ ബർത്ത്ഡേ ആദ്യ കേക്ക് ആയിക്കുട്ടന് കൊടുക്കുകയാണ്. ആയിക്കുട്ടനത് കഴിച്ച് കൈ കടിക്കുന്ന രീതിയിലാണ് കേക്ക് കഴിക്കുന്നത്. അങ്ങനെ അമ്മയ്ക്ക് അവൻ കേക്ക് കൊടുക്കുകയാണ്. ചിരി വരുന്നുണ്ട്. അങ്ങനെ അല്ലൂട്ടിക്ക് കേക്ക് കൊടുക്കുകയാണ്. അല്ലൂട്ടിയും അമ്മയ്ക്ക് കേക്ക് കൊടുക്കുകയാണ്. ഞാൻ ഫോട്ടോഷൂട്ടിലാണ്, എനിക്ക് കിട്ടിയിട്ടില്ല കേക്ക്. അങ്ങനെ എനിക്കും ബർത്ത്ഡേ കേക്ക് രുചി തരികയാണ്. ഞാനും അല്പം മധുരം കേക്ക് രുചിക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി. എല്ലാവരും ഫുഡ് മുന്നിൽ വെച്ച് ഒരു വീഡിയോ എടുത്തു. ഹാപ്പിയായി എല്ലാവരും. ഇതൊക്കെയുണ്ട് ഇവിടുത്തെ ഫുഡ്. ഞങ്ങൾ എത്താൻ ഇത്തിരി ലേറ്റായി പോയി. അത് കാരണം റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു. ആയിക്കോട്ടെ, ഇത് എങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി ഫോട്ടോ എടുക്കാൻ നിർത്താൻ നമുക്ക് കഴിക്കുക എന്നുള്ള പരിപാടിയായി. വിശക്കുന്നുണ്ട് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അങ്ങനെ അവസാന ഐറ്റമായ ഐസ്ക്രീമും വന്നു. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വെറുതെ ഒരു സമയം പോക്ക് ചിലവഴിച്ചു. ആളുകളൊക്കെ ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ പോയി തുടങ്ങി, കാരണം സമയം വൈകി. അല്ലൂട്ടിയുടെ കുറച്ച് ഫോട്ടോഷൂട്ടുകൾ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പുറത്ത് ശാന്തമായ കാലാവസ്ഥ, ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ നല്ല കാണാൻ ഭംഗിയുണ്ട്. ചെറിയ തണുപ്പുണ്ട്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോട്ടലിൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ടാക്സി ബുക്ക് ചെയ്ത് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. റെസ്റ്റോറൻറ്റ് ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ലിജിയുടെ ബർത്ത്ഡേ ടോബി റെസ്റ്റോറൻറ്റിൽ അങ്ങനെ സെലിബ്രേഷൻ ചെയ്തു. ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ള ചിന്തയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് കുറച്ച്
വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോകൾ കണ്ടത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ വലിയ വീഡിയോകളൊന്നുമല്ല, ചെറിയ ചെറിയ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം നിങ്ങൾക്കും കാണുവാനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.